തിരുവചനം തിരുവചനം. വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നടപടി പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വചനം. കർത്താവായ ഈശോയിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമം ഏകനാമം. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മാനവരാശിയുടെ കുടുംബ വിമോചകൻ, ഏകരക്ഷകൻ, ലോകരക്ഷകൻ കർത്താവായ ഈശോ മിശിഹ. ഈ വചനത്തിൻ്റെ ചുരുളഴിക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാനുള്ള വലിയൊരു കൃപ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. 119-ാം സങ്കീർത്തനം 130-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ചുരുൾ നിവരുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ദൈവവചനത്തിൻ്റെ ചുരുൾ നിവരുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിർവചിച്ചിരിക്കുന്നത് കുടുംബം സമം സ്നേഹത്തിൻ്റെ ആനന്ദം. തികച്ചും വചനാധിഷ്ഠിതവും പിതാക്കന്മാരുടെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായൊരു കാഴ്ചപ്പാടാണ് കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. അമോറിസ് ലെറ്റീസിയ 2016 മാർച്ച് മാസത്തിൽ കത്തോലിക്ക സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് നൽകിയിരിക്കുന്ന അപ്പസ്തോലിക ലേഖനമാണ് കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. ഈ പ്രബോധനരേഖ വളരെ മനോഹരമായ രീതിയിൽ കുടുംബജീവിതത്തെ വചനത്തിൻ്റെയും സഭാപിതാക്കന്മാരുടെയും ആധുനിക സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിവരിക്കുന്നത് കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദമെന്താണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യവ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജനിതക പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് മനുഷ്യജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുള്ള മനുഷ്യ മനസ്സിൻ്റെ അദമ്യമായ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഏക വേദി ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന കുടുംബമാണ്. കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെ ദൈവം ഒന്നിപ്പിക്കുകയാണ്. ദൈവം കുടിയിരിക്കുന്ന സ്ഥലമാണ് കുടുംബം. ദൈവം കൂട്ടിവെച്ചിരിക്കുന്നതാണ് കുടുംബം. അപ്പോൾ ദൈവം കൂട്ടിനുള്ള കുടുംബത്തിൽ ആനന്ദമുണ്ടാകും. ദൈവം കൂട്ടിവെച്ച കുടുംബത്തിലാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന മക്കൾ. ഈ മനോഹരമായൊരു കാഴ്ചപ്പാട് 128-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 128-ാം സങ്കീർത്തനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഒരു കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് ആഘോഷമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരോടൊപ്പം ഇരിക്കുന്ന മക്കളുമാണ്. അവിടെ സങ്കീർത്തകൻ ജീവിത പങ്കാളിയായ ഭാര്യയെ വിശേഷിപ്പിക്കുന്നത് സമൃദ്ധമായ ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയോടാണ്. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാമത്തെ വചനം സൂചിപ്പിക്കുന്നത് പോലെ നട്ടു നനച്ച തോട്ടവും വറ്റാത്ത ഉറവയും സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയോടാണ് കുടുംബത്തിലെ അമ്മയെ, കുടുംബത്തിൻ്റെ വെട്ടവും വെളിച്ചവും എന്ന് വിശേഷിപ്പിക്കുന്ന ജീവിത പങ്കാളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പ്രയോഗം തന്നെ വളരെ മനോഹരമാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, അമ്മയാണ് കുടുംബത്തിൻ്റെ വിളക്ക്, അമ്മയാണ് കുടുംബത്തിൻ്റെ വെളിച്ചം. അത് നട്ടു നനച്ച ഒരു തോട്ടമാണെന്ന് പറയുകയാണ്. ഈ നട്ടു നനച്ച തോട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. നട്ടു നനച്ച തോട്ടത്തിൽ ധാരാളം പുഷ്പങ്ങളുണ്ട്, പൂവുകളുണ്ട്. മറ്റുള്ളവരെല്ലാം അത് കാണാനായിട്ട് കടന്നു വരും. എല്ലാവർക്കും സന്തോഷമാണ്. സുഗന്ധങ്ങളുടെ ഗന്ധം ആ പ്രദേശത്ത് മുഴുവൻ പരക്കുന്നത് കൊണ്ട് ഈ തോട്ടത്തിലേക്ക് കടന്നു വരുവാൻ, ഈ നട്ടു നനച്ച തോട്ടത്തിലേക്ക് വരുവാൻ മറ്റുള്ളവർക്കും താല്പര്യമാണ്. ഇതുപോലെ ദൈവകൃപയുള്ള ഒരു സ്ത്രീ, കൃപാപൂരിതയായ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നട്ടു നനച്ച തോട്ടം പോലെയും വറ്റാത്ത ഉറവ പോലെയുമാണ്. വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, മക്കളെ വിശേഷിപ്പിക്കുന്നത് ഒലിവിൻ്റെ തൈകൾ പോലെയാണെന്ന്. സജീവവും ഊർജ്ജസ്വലവുമായ വെളിച്ചം വലിച്ചെടുത്ത്, വളം വലിച്ചെടുത്ത്, സന്തോഷത്തോടു കൂടി തിമിർത്ത് വളരുന്ന മക്കൾ, അതായത് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹത്തിൽ പരിചരിക്കപ്പെടുന്ന മക്കൾ ഒലിവ് തൈകൾ പോലെയാണെന്ന്.
അത് അതിനുശേഷം സങ്കീർത്തകൻ പറയുകയാണ്, ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് കുടുംബമെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ദൈവമായ കർത്താവ് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ കുടുംബത്തെ കൂട്ടിവെച്ചിരിക്കുന്നത് തമ്പുരാനാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ കുടുംബത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ആനന്ദത്തിൻ്റെ ഉറവിടമായ തമ്പുരാൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന മരണസംസ്കാരത്തിൽ പല വിധത്തിൽ നമ്മുടെ ആനന്ദം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ പലപ്പോഴും ഈ കുടുംബത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് കുടുംബത്തിന് പുറത്തുള്ള ഭൗതിക വസ്തുക്കൾ വീട്ടിലേക്ക് കുന്നുകൂടിക്കഴിഞ്ഞാൽ ആനന്ദം അനുഭവിക്കാവുന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് ഇന്ന് മനുഷ്യൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തെ രൂപകൽപ്പന ചെയ്യാമെന്ന് ഒരു ലേണിംഗ് ഫാമിലി രൂപപ്പെടുത്തി കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷം കിട്ടുമെന്നുള്ള യവന ചിന്തയെ മുൻനിർത്തി രൂപീകരിച്ച കുടുംബങ്ങളിലും ഇന്ന് നമ്മൾ കാണുന്നു ആനന്ദം അറ്റുപോയിരിക്കുന്ന അവസ്ഥ. എത്രയോ വിദ്യാഭ്യാസമുള്ളവരുടെ കുടുംബത്തിലാണ് തോരാത്ത കണ്ണുനീരും തീരാത്ത ദുഃഖങ്ങളുമായി ആ കുടുംബം ഇന്ന് കഴിയുന്നത്. അതുകൊണ്ട് ലേണിംഗ് ഫാമിലിയിൽ സന്തോഷമുണ്ടാകും, അറിവുള്ള കുടുംബത്തിൽ ആനന്ദമുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടും നമുക്കിന്ന് തിരുത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പത്താണ് ദൈവമെന്ന് വിചാരിച്ചുകൊണ്ട് സമ്പത്തിനെ കുടുംബത്തിലെ ദൈവമാക്കി കരുതിയ കുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏണിംഗ് ഫാമിലിയിലും ഇന്ന് സന്തോഷം അറ്റുപോയിരിക്കുന്ന, ആനന്ദം അറ്റുപോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അഹംഭാവത്തിൽ അടിയുറച്ച മറ്റൊരു കുടുംബം. എൻ്റെ കുടുംബത്തിൽ എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കും, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ മക്കളുടെ സൗന്ദര്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സ്വർണം കൊണ്ട്, ഈ വിധത്തിലെല്ലാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് വിചാരിക്കുന്നു. അവസാനം ആ കുടുംബത്തിൽ നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സന്തോഷം, ആനന്ദം അവിടെ നഷ്ടമാവുകയാണ്. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബത്തിൽ ആനന്ദത്തിലേക്കുള്ള വഴി അത് മറ്റൊന്നുമല്ല, അനുകമ്പയാണ്. ദൈവം തന്നെയാണ് ഈ അനുകമ്പ. ദൈവമാണ് കൂട്ടിവെച്ചത്. ഇന്നലെ വരെ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളുണ്ടായിരുന്ന, വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടായിരുന്ന, ജനിതക പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു യുവാവിനെയും യുവതിയെയും ദൈവം ഒന്നിപ്പിച്ച് ഇരുപുഴകൾ ചേർന്ന് ഒഴുകുകയാണ്. ദൈവത്തോടൊത്തുള്ള യാത്രയാണ്, ദൈവത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ മരണസംസ്കാരത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് ഒരു കുടുംബ സംസ്കാരമാണ്. എന്തിനു വേണ്ടി ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചു? എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി? ഈ ഭൂമിയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശേഷം തന്നെ പങ്കുവെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമായ കർത്താവ് കണ്ട ഒരു പരിമിതി, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഏകയായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏകാന്തത മാറ്റാൻ, ഒന്നിച്ച് ജീവിക്കാൻ, കൂട്ടായിട്ട് ജീവിക്കാൻ, കുടുംബമായിട്ട് ജീവിക്കാൻ, കൂട്ടുകൂടി ജീവിക്കാനാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. ഇന്ന് കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. പല മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്ന് കടന്നു വരുന്നുണ്ട്, സാങ്കേതിക മേഖലയിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. പലരും ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്? അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു പോകണം. ക്രൈസ്തവ വെളിപാടനുസരിച്ച്, ദൈവിക വെളിപാടനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു. ഒന്ന്, കൂട്ടുകൂടി ജീവിക്കാൻ, ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാൻ, തന്നെ ജീവിക്കാനല്ല, സമൂഹമായിട്ട് ജീവിക്കാൻ. മനുഷ്യൻ്റെ അധമമ്യായ ഒരു ആഗ്രഹമാണ് തന്നെ ജീവിക്കുകയല്ല, സമൂഹമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ കുടുംബത്തെ രൂപപ്പെടുത്തിയത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഏകയായിരിക്കുന്നത് നല്ലതല്ല. ഏകാന്തത പലപ്പോഴും മനുഷ്യൻ്റെ സാമൂഹിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും വിഘാതം സൃഷ്ടിക്കും എന്നുള്ളത് മനഃശാസ്ത്രപരമായ ഒരു സത്യമാണ്. അതിനാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഫുൾട്ടൻ ജെഷീൻ പറഞ്ഞതുപോലെ 3 to get married. ഒരു യുവാവും യുവതിയും ദൈവത്തോട് ഒന്നായിരിക്കുന്നതാണ് കുടുംബം. അതാണ് ദൈവം കൂട്ടിവെക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ തമ്പുരാനെ തഴഞ്ഞാൽ തറവാട് നശിക്കും. തമ്പുരാനെ തഴഞ്ഞാൽ ആ കുടുംബത്തിൽ താന്തോന്നികൾ ജനിക്കും. തമ്പുരാനെ തഴഞ്ഞാൽ ആ തലമുറകൾ ആ കുടുംബത്തിൽ നിന്നും നശിച്ചു പോകും. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം മറ്റൊന്നുമല്ല, മറ്റൊന്നിനും വേണ്ടിയല്ല വിവാഹം കഴിക്കുന്നത്. സ്നേഹിക്കാൻ വേണ്ടി, സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, ഒരുമയിൽ ജീവിക്കാനാണ് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് വിവാഹത്തിലേക്ക് കിടക്കുന്നത്. ഒന്നാമത്തേത് കുടുംബത്തിൻ്റെ
രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവമായ കർത്താവ് പറഞ്ഞു, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ, നിങ്ങൾ വർദ്ധിച്ച് പെരുകണം. അതായത് ഒരു കുടുംബത്തിൽ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കണം. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹം കൊച്ചു കൊച്ചു പാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചതാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. അമ്മയുടെയും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് മക്കൾ എന്ന് പറയുന്നത്. സന്താനങ്ങൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യൻ്റെ ഹൃദയെ ജനിക്കണം. ഉദരയെ ജനിച്ചാലോ മൃഗമായി ഭവിച്ചിടും. മനുഷ്യൻ ജനിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. അതായത് ഹൃദയത്തിൽ ജനിച്ച ശേഷം വേണം ഉദരത്തിൽ ജനിക്കാൻ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയത്തിൽ ജനിച്ച ശേഷമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ജനിക്കുക. യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ജനിച്ച ശേഷമാണ് ഉണ്ണി യേശു മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിക്കുക. അതായത് സ്നേഹത്തിൽ ജനിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുക, ജീവൻ്റെ കൂടാരമായിട്ട് മാറുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഒന്ന്, സ്നേഹത്തിൻ്റെ ആലയമായി മാറുക, സ്നേഹത്തിൻ്റെ കൂടാരമായി മാറുക. രണ്ടാമത്, ജീവൻ്റെ ഉറവിടമായി മാറുക, ജീവൻ്റെ കൂടാരമായി മാറുക. അതാണ് കുടുംബത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം, വിവാഹത്തിൻ്റെ ലക്ഷ്യം. ഒന്ന്, സ്നേഹവിനിമയം. രണ്ട്, ജീവവിനിമയം. മൂന്നാമതായിട്ട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു കുടുംബത്തെ സംബന്ധിച്ച്. അത് മറ്റൊന്നുമല്ല, ദൈവമായ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇണയും തുണയുമായി ജീവിക്കണം. കുടുംബജീവിതത്തിൽ ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ആ തുല്യതാബോധം അംഗീകരിക്കാതെ ഒരു വ്യക്തിയുടെയും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ഭംഗിയായിട്ട് ചെല്ലാൻ സാധിക്കുന്നത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമായിരിക്കണം. ഞങ്ങളുടെ കുടുംബമാണ്, എൻ്റെ കുടുംബമല്ല, ഞങ്ങളുടെ കുടുംബമാണ്. എൻ്റെ മകനല്ല, എൻ്റെ മകളല്ല, നമ്മുടെ മക്കളാണ്. ഇണയും തുണയുമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് കുടുംബത്തെ രൂപപ്പെടുത്തിയത്. അതായത് മ്യൂച്വൽ ഇല്യൂമിനേഷൻ, പരസ്പരം പ്രകാശിപ്പിക്കുക, ഒന്നൊന്നിന് കോംപ്ലിമെൻ്റ് ചെയ്യുക, പരസ്പരം പൂരിതമായി ജീവിക്കുക. ഒത്തിരിയേറെ കഴിവുകളും പരിമിതികളുള്ള ഒരു പുരുഷൻ, ഒത്തിരിയേറെ നന്മകളും പരിമിതികളുള്ള ഒരു സ്ത്രീ, ഇവർ ഒന്നു ചേർന്ന് ജീവിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ അവരെ ചേർത്ത് വെക്കാതെ അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാളവണ്ടിയിൽ രണ്ട് കാളകളുണ്ടെങ്കിൽ ആ കാളവണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാളവണ്ടിക്കാരനായ ഒരു ഡ്രൈവർ ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ കുടുംബജീവിതമാകുന്ന ഈ കാളവണ്ടിയിൽ ദൈവം തമ്പുരാനാകുന്ന ഈ ഡ്രൈവർ ഇല്ല എങ്കിൽ ആ കുടുംബം വ്യത്യസ്ത മേഖലകളിലേക്ക് പോകും. പണത്തിൻ്റെ പിന്നാലെയാകും, അറിവിൻ്റെ പിന്നാലെയാകും, അഹംഭാവത്തിൻ്റെ പിന്നാലെ പോയി തകരുന്ന കുടുംബങ്ങളെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൻ്റെ എന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നു എന്നുള്ള ഇന്നത്തെ ഒരുപാട് യുവജനങ്ങളുടെ ചോദ്യത്തിന് ദൈവം അക്കമിട്ട് ഉത്തരം നൽകുകയാണ്. ഒന്ന്, കൂട്ടുകൂടി സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതല്ല. ചെറുക്കൻ്റെ ഉഴപ്പ് മാറാൻ വേണ്ടിയിട്ടല്ല വിവാഹം. ചെറുക്കൻ്റെ കുടുംബത്തിലുള്ള അമ്മയുടെയും അപ്പനെയും നോക്കാൻ വേണ്ടിയിട്ടുള്ള വിവാഹം. കൂട്ടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇനി ഈ കൂട്ടുകൂടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ലക്ഷ്യം കുടുംബജീവിതത്തിൽ അത് മറ്റൊന്നുമല്ല, അവിടെ സ്നേഹത്തിൻ്റെ പുഷ്പിക്കലുണ്ടാകും, ജീവനുണ്ടാകും. ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ പൂക്കണം, കായ്ക്കണം. അങ്ങനെ സ്നേഹാലയത്തിൽ ഒരു ജീവൻ്റെ മൊട്ട് രൂപപ്പെട്ടു വരുന്നു. അതാണ് കുടുംബത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ജീവനെ അവഹേളിക്കുന്നതൊന്നും കുടുംബത്തിലുണ്ടാവാൻ പാടില്ല, കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. മൂന്നാമത്തെ ലക്ഷ്യം വളരെ വ്യക്തമാണ്, മറ്റൊന്നുമല്ല, അത് ഭാര്യയും ഭർത്താവൂടെ ഒന്നിച്ചേർന്ന് ഇണയും തുണയുമായി ജീവിക്കുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്രറ്റേണിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ലിബർട്ടി. അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിൽ തുല്യതയുണ്ട്. ഒരു ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ കുടുംബത്തിലേക്ക് തിരിച്ചു നടക്കുക, കുടുംബ സംസ്കാരത്തിലേക്ക് തിരിച്ചു നടക്കാൻ സമയമായി. മറ്റൊന്നിനും വേണ്ടിയില്ല വിവാഹം. സ്നേഹിച്ച് ജീവിക്കാൻ, ജീവനെ കൈകാര്യം ചെയ്യുവാൻ, ഇണയും തുണയുമായിട്ട്, അഭയകൂടാരമായിട്ട്, പരസ്പരം അഭയം നൽകുന്നവരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിലേക്ക് തിരിച്ചു മടങ്ങുക, മരണസംസ്കാരത്തിലേക്കല്ല. കുടുംബ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയരുന്ന മരണസംസ്കാരത്തിലുള്ള ഏക പ്രതിവിധി. കാരണം ദൈവം ഒരു കുടുംബമാണ്. ഗോഡ് ഈസ് എ ഫാമിലി. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത്. ഒരു അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹമാണ് മക്കളായി രൂപപ്പെടുന്നതെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. ഈ സ്നേഹം സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെ അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുടുംബത്തിൽ ആനന്ദം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് സഭ, കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്, കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം. ഈ ഉൾക്കാഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കിട്ടുവാനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ഈശോയുടെ കൃപയും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.